ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഏതാനും ടെർമിനോളജീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഫോളോ ചെയ്ത് വന്നിരുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് TV, റേഡിയോ, ബിൽ ബോർഡ്സ്, ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റ്. ഇതിന്റെ ഡ്രോബാക്ക് എന്ന് പറയുമ്പോൾ ഇത് വളരെ എക്സ്പെൻസീവ് ആണ്. അത് മാത്രമല്ല, നമുക്ക് എത്രത്തോളം സെയിൽസ് നടന്നു, നമ്മൾ ഉദ്ദേശിച്ച ഓഡിയൻസിലേക്ക് ഈ അഡ്വർടൈസ്മെന്റ് എത്തിയോ, ഇതൊന്നും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ വരവോട് കൂടിയിട്ട് നമ്മൾ ലോകത്തിന്റെ എവിടെയായാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകളിലേക്ക് നമ്മുടെ അഡ്വർടൈസ്മെന്റ് എത്തിക്കാൻ പറ്റും. അത് മാത്രമല്ല, അതിലൂടെ എത്രത്തോളം സെയിൽസ് നടന്നു, എത്രത്തോളം റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കിട്ടി, ഇതെല്ലാം നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നോർമലി യൂസ് ചെയ്യുന്ന കുറച്ച് ടെർമിനോളജീസിനെ കുറിച്ചാണ്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും SEO, PPC, CTR, ഇംപ്രഷൻ, ഇങ്ങനെ പല കാര്യങ്ങളും. ഇനി എന്തൊക്കെയാണ് ഇതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. നമ്പർ 1 ഈസ് SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. നമ്മുടെ ഗൂഗിൾ, ബീങ്, യാഹൂ ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ എന്തെങ്കിലും കാര്യം സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ടെക്നോളജിയാണ് SEO. നോർമലി ഇതിനെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നാണ് പറയുന്നത്. നമ്പർ 2, പേപ്പർ ക്ലിക്ക്. നമ്മൾ ഗൂഗിളിലോ എന്തെങ്കിലും ഒരു അഡ്വർടൈസ്മെന്റ് റൺ ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ആ അഡ്വർടൈസ്മെന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൂഗിളിന് നമ്മൾ കൊടുക്കേണ്ട എമൗണ്ടിനെയാണ് നമ്മൾ PPC എന്ന് പറയുന്നത്, ഓരോ ക്ലിക്കിനും കൊടുക്കുന്ന എമൗണ്ട്. ഇനി നമുക്ക് CTR എന്താണെന്ന് നോക്കാം. ക്ലിക്ക് ത്രൂ റേറ്റ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ അഡ്വർടൈസ്മെന്റ് ഡിസ്പ്ലേ ആകുന്ന സമയത്ത് എത്രത്തോളം ആളുകൾ നമ്മുടെ അഡ്വർടൈസ്മെന്റ് കണ്ടു, അതിൽ എത്ര പെർസെന്റേജ് ആണ് നമ്മുടെ അഡ്വർടൈസ്മെന്റിൽ ക്ലിക്ക് ചെയ്തു എന്നുള്ള മെട്രിക്സ് ആണ് CTR. ഇനി നമുക്ക് കൺവേർഷൻ എന്താണെന്ന് നോക്കാം. കൺവേർഷനെ പല രീതിയിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഇ-കൊമേഴ്സ് പ്രൊഡക്റ്റ് ആണ് സെല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എത്രത്തോളം പ്രൊഡക്റ്റ് സെല് ചെയ്തു അതിനെ നമുക്ക് എത്രത്തോളം കൺവേർഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു ആപ്ലിക്കേഷനിലുള്ള സൈനപ്പ് ആണെങ്കിൽ എത്രത്തോളം സൈനപ്പ് വന്നു അതിനെ നമുക്ക് കൺവേർഷൻസ് എന്ന് വിളിക്കാം. നമ്മളൊരു സർവീസസ് ആണ് സെല് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രത്തോളം കോൾസ് അല്ലെങ്കിൽ എത്രത്തോളം ലീഡാണ് നമുക്ക് കിട്ടിയത് അതിനെയും നമുക്ക് കൺവേർഷൻ എന്ന് പറയാം. ഇനി അതിന്റെ കൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം ബൗൺസ് റേറ്റ്. ബൗൺസ് റേറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ നെഗറ്റീവ് സൈൻ ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വെബ്സൈറ്റിൽ ഒരാൾ വന്നിട്ട് അതേ പേജിൽ നിന്ന് അയാൾ റിട്ടേൺ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ബൗൺസ് റേറ്റ് ഹൈ ആയിട്ടാണ് നമുക്ക് കാണിക്കുക. നമ്മുടെ SEO അല്ലെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ ബൗൺസ് റേറ്റ് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. സോ ബൗൺസ് റേറ്റ് കുറയ്ക്കാൻ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് പെയ്ഡ് ആഡ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന CPC എന്ന മെട്രിക്സ് ആണ്. എന്താണ് CPC എന്ന് നോക്കാം. കോസ്റ്റ് പെർ ക്ലിക്ക്. നമ്മളൊരു അഡ്വർടൈസ്മെന്റ് റൺ ചെയ്യുന്ന സമയത്ത് ഒരു കസ്റ്റമർ വന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലോസ് ആകുന്ന എമൗണ്ടിനെയാണ് കോസ്റ്റ് പെർ ക്ലിക്ക് എന്ന് പറയുന്നത്. റിട്ടേൺ ഓഫ് ആഡ് എക്സ്പെൻസ്. നമ്മളൊരു അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് 100 രൂപയാണ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയാണ് നമുക്ക് തിരിച്ചു കിട്ടിയെന്നുള്ള മെട്രിക്സ് ആണ് ROAS. ഫോർ എക്സാമ്പിൾ, ഇത് നമ്മുടെ ഒരു അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിന്റെ സക്സസ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ടുള്ള AB ടെസ്റ്റിംഗ്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. AB ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ 2 or 3 ക്രിയേറ്റീവ്സ് ഉണ്ടാവും. ചിലപ്പോൾ അത് വീഡിയോസ് ആകാം, സോഷ്യൽ മീഡിയ ഗ്രാഫിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ആഡ് കോപ്പീസ് ആയിരിക്കാം. അതിൻ്റെ അകത്ത് ഒരു ടെസ്റ്റ് റൺ ചെയ്തിട്ട് അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് റൺ ചെയ്തതിനെയായിരിക്കും നമ്മൾ ലോങ് ടൈമിൽ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ AB ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ റീടാർഗറ്റിംഗ് എന്താണെന്ന് നോക്കാം. നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഒരു 1000 വിസിറ്റേഴ്സ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻ റൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആഡ് ക്യാമ്പയിൻ റൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ റീടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ലുക്ക് ലൈക്ക് ഓഡിയൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ എക്സിസ്റ്റിംഗ് ക്ലയൻസിനെ പോലുള്ള സിമിലർ ഓഡിയൻസിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലുക്ക് ലൈക്ക് ഓഡിയൻസ് യൂസ് ചെയ്യുന്നത്. പലപ്പോഴും നിങ്ങൾ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ അവരുടെ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടുണ്ടോ? അതെങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് മെറ്റാ പിക്സൽ എന്ന് പറഞ്ഞുള്ള ടെക്നോളജിയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വെബ്സൈറ്റിൽ മെറ്റാ പിക്സൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്തവരെ ട്രാക്ക് ചെയ്യാനും അവരെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്ത് അഡ്വർടൈസ്മെന്റ് ചെയ്യാനും പറ്റും. ഇതുപോലുള്ള ഒരുപാട് മെട്രിക്സ് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ത്രൂ പഠിക്കാനുണ്ട്. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് റിസൾട്ട്സ് കൊണ്ടുവരാനും പറ്റും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതുപോലുള്ള ഒരുപാട് മെട്രിക്സ് ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോളജ് നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ കരിയർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിൽഡ് ചെയ്യാൻ സഹായിക്കും. ഇതേപോലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കണ്ടന്റിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യും.